ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമായതോടെ ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യക്കാരാണ് പ്രവാസികളായി മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിലുള്ളത്. ഇതിൽ തന്നെ ഏതാണ്ട് 40 ലക്ഷത്തോളം മലയാളികളാണ് എന്നുള്ളതാണ് ഏകദേശ കണക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിരവധി ഗൾഫ് രാജ്യങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണമാണ് ഇറാൻ ഇതോടകം നടത്തിയിരിക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങളിലോ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലോ ഒന്നും ആക്രമണങ്ങൾ കൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. എങ്കിലും നിലവിൽ ഈ യുദ്ധം ഇങ്ങനെ തുടരുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക തന്നെ ചെയ്യുമെന്നാണ് പുറത്തു വരുന്ന നിർണായകമായ മുന്നറിയിപ്പുകൾ. ഈ വിധത്തിൽ യുദ്ധം തുടർന്നു പോയാൽ സെപ്റ്റംബർ മാസം മുതൽ കടുത്ത മാന്ദ്യമായിരിക്കും ഗൾഫ് മേഖലയിൽ എമ്പാടും ഉണ്ടാവുക എന്ന് ഈ അടുത്ത കാലത്താണ് ഒരു സാമ്പത്തിക സ്ഥാപനം അവരുടെ പഠനത്തിൽ കണ്ടെത്തി പുറത്തുവിട്ടത്. അതുപോലെ തന്നെ നിരവധിയായ ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനും വീണ്ടും അതിരൂക്ഷമായ ഏറ്റുമുട്ടലുകളിലേക്ക് പോകുന്നത്. നിലവിൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം നിർത്തി എന്നാണെങ്കിൽ ഇറാൻ പറയുന്നത് ഇനിയും ശക്തമായ തിരിച്ചടികൾ ഞങ്ങൾ നൽകുക തന്നെ ചെയ്യുമെന്നാണ്. അതിന്റെ ആദ്യത്തെ പ്രകമ്പനം ബഹ്റൈനിലായിരുന്നു. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം തന്നെ തങ്ങൾക്ക് നേരെ ഒരു ഡ്രോൺ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കുന്നു. അതായത് IRGC ആണ് എപ്പോഴും പറയാറ് ഞങ്ങൾ അവിടെ ആക്രമിച്ചു ഇവിടെ ആക്രമിച്ചു എന്നൊക്കെയെങ്കിൽ ഇപ്പോൾ ബഹ്റൈനിലെ ആഭ്യന്തര മന്ത്രാലയം തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് നേരെ ഒരു വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എന്ന് മാത്രമല്ല ജനങ്ങളോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം കൂടി പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്. പല ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടന്നു. ഇപ്പോൾ ബഹ്റൈനിലേക്ക് വീണ്ടും ആക്രമണം നടക്കുന്നു. ജോർദാൻ, അതുപോലെ തന്നെ സൗദി തുടങ്ങി പല രാജ്യങ്ങളിലേക്കും ആക്രമണ ശ്രമങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ആക്രമണ ശ്രമങ്ങളെ ചെറുക്കുന്നുണ്ട് എങ്കിലും ചിലതൊക്കെ ലക്ഷ്യം കാണുന്ന വിധത്തിലേക്ക് ഈ പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഗൾഫ് മണ്ണിലേക്ക് വീഴുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റ് എയർപോർട്ടിലുണ്ടായ ആ വലിയ സ്ഫോടനം. അതുപോലെ തന്നെ ഈ അവശിഷ്ടങ്ങൾ വീണുകൊണ്ട് പലരും മരിക്കുന്ന സാഹചര്യം മുമ്പ് നമ്മൾ കണ്ടിരുന്നു. പലയിടങ്ങളിലും വലിയ തീപിടുത്തങ്ങളും സ്ഫോടനങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിരുന്നു. ജനങ്ങളുടെ സമാധാനം കളയുന്ന വിധത്തിൽ രാവിലെ മുതൽ തന്നെ പ്രദേശത്തെമ്പാടും സൈറനുകൾ മുഴങ്ങുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗൾഫ് മേഖലയെ പിടിച്ചുലയ്ക്കുന്ന വിധത്തിലേക്ക് ഈ യുദ്ധം മാറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്, സൈറനുകൾ നിരന്തരമായി മുഴങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് നിമിഷവും ഇറാൻ എവിടേക്ക് വേണമെങ്കിലും ആക്രമണം നടത്താമെന്ന ഭീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പൊ ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം ജോർദാനിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ആക്രമണങ്ങളുടെ ഒക്കെ കാരണം എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. കാരണം ഇറാൻ നേരത്തെ തന്നെ ഇതൊക്കെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും തിരിച്ചടിക്കും. അത് ഗൾഫ് മേഖലയിലേക്കായിരിക്കും, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരിക്കും. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല. അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് ഒന്നും അനുഭവിച്ചു തീർക്കുകയില്ല, നിങ്ങളെയും കൃത്യമായി പാഠം പഠിപ്പിക്കും, അതിൻ്റെ തിക്തഫലം നിങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങളോട് ഉൾപ്പെടെ ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷേ അമേരിക്ക ഇതൊന്നും ചെവിക്കൊള്ളാതെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ. ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഗൾഫ് രാജ്യങ്ങൾ തകരട്ടെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടി കിട്ടട്ടെ, അവിടെ അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്ന നിലയിൽ അമേരിക്ക ബോധപൂർവം ഇറാനെ പ്രകോപിപ്പിച്ച് ഗൾഫ് മേഖലയുടെ നാശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഗൾഫ് മേഖലയെ പ്രതിസന്ധിയിലാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ വേണ്ടി ഒരുക്കുന്ന തിരക്കഥയാണോ ഇത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ സംശയം. അതായത് ഗൾഫ് രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുക, ഗൾഫ് മേഖലയിൽ നിരന്തരമായി സൈനിക ഇടപെടലുകൾ നടത്തുക, അധിനിവേശങ്ങൾ നടത്തുക, അതിനുശേഷം ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒടുവിൽ സമാധാന ദൂതനായി അവതരിക്കുക, പല ഗൾഫ് രാജ്യങ്ങൾക്കും സംരക്ഷണം വാഗ്ദാനം ചെയ്ത് ആ രാജ്യങ്ങളിൽ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. ഇതൊക്കെ അമേരിക്ക കാലങ്ങളായിട്ട്, അതിപ്പോൾ ട്രംപ് എന്നല്ല, ഇതിനു മുമ്പുള്ള ജോർജ് ബുഷ് ആയാലും മറ്റേത് ഭരണാധികാരി ആയാലും ഒക്കെ ആ കാലഘട്ടങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഒരു തന്ത്രമാണ്. എനിക്ക് തോന്നുന്നു ഒബാമയുടെ കാലത്താണെന്ന് തോന്നുന്നു കുറച്ചെങ്കിലും ഒരു മിതത്വം ഉണ്ടായത് ഈ അടുത്ത കാലങ്ങളിൽ. പക്ഷെ എന്തായാലും അമേരിക്ക ആ നീക്കങ്ങൾ കാലങ്ങളായി നടത്തുന്നതാണ്. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം എല്ലാവരും യുദ്ധം നിർത്താം എന്ന നിലയിലേക്ക് പോവുകയും ഗൾഫ് രാജ്യങ്ങളുടെ കനത്ത സമ്മർദ്ദം തനിക്കുണ്ട്, അല്ലെങ്കിൽ 5 രാജ്യങ്ങൾ തനിക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ്
ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ശാസിക്കുകയും ഇനി ഒരിക്കലും ഒരു ആക്രമണം ലെബനനിലേക്ക് നടത്തരുത്, യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്ന് പറയുകയും ചെയ്തതിന് പിന്നാലെ വീണ്ടും ഇറാനെ ആക്രമിച്ചതിന്റെ ചേതോവികാരം എന്തായിരുന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. തങ്ങളുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഹോർമുസിൽ തകർത്തതിന്റെ പ്രതികാരമാണ് എന്നാണ് ട്രംപ് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ട്രംപ് അതിനു മുമ്പ് ഇങ്ങനൊരു ആക്രമണം നടത്തുന്നതിന് മുമ്പേ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. എന്ന് മാത്രമല്ല, ബഹ്റൈനിലെ അമേരിക്കയുടെ 5ാം കപ്പൽപ്പട ആസ്ഥാനത്തേക്കാണ് ഇപ്പോൾ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ബഹ്റൈനെ സംബന്ധിച്ച് വല്ലാത്ത അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഏത് നിമിഷവും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭീതിയുണ്ട്. പലപ്പോഴും ഈ പറയുന്ന മിസൈലുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലകൾക്ക് സമീപം പതിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ സൈറനുകൾ മുഴങ്ങുകയാണ്. മറ്റു മേഖലകളിൽ കൂടി ആക്രമണം വ്യാപിപ്പിക്കാൻ ഇറാൻ തയ്യാറാകുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെങ്കടൽ അടയ്ക്കാനുള്ള സാധ്യത, ഹൂത്തികൾ ഉപയോഗിച്ച് ചെങ്കടൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. അതുപോലെ തന്നെ ബഹ്റൈനിലേക്കും കുവൈറ്റുകളിലേക്കും ഖത്തറിലേക്കും സൗദിയിലേക്കും ജോർദാനിലേക്കും ഇനിയും ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അമേരിക്ക ഇറാന് നേരെ, ഇറാന്റെ 20ഓളം കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയെന്നും തിരിച്ച് അമേരിക്കയുടെ 20ഓളം കേന്ദ്രങ്ങളിൽ, സൈനിക കേന്ദ്രങ്ങളിൽ പല ഭാഗങ്ങളിലായി സ്ഫോടനം നടത്തിയെന്ന് ഇറാനും പല ഘട്ടങ്ങളിലായി പറഞ്ഞു കഴിഞ്ഞു ഇതിനോടകം. അതായത് ഇറാനിലേക്കും ശക്തമായ ആക്രമണങ്ങൾ നടന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഒഴികെയുള്ള പല പ്രദേശങ്ങളിലേക്കും നിർണായകമായ ആക്രമണങ്ങൾ നടത്തിയെന്ന് അമേരിക്ക അവകാശപ്പെട്ടു. അതേസമയം തിരിച്ചടിച്ചുവെന്ന് ഇറാനും പറയുന്നു. ഗൾഫ് രാജ്യങ്ങൾ വലിയ ഭീതിയിൽ കഴിയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഭീതിജനകമായ സാഹചര്യം എത്ര നാൾ മുന്നോട്ട് പോകും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അമേരിക്ക തന്നെ ഒരു വശത്ത് വെടിനിർത്തൽ നടക്കുന്നു, ഞങ്ങൾ അറബ് രാജ്യങ്ങളുടെ വാക്ക് കേട്ടു, അല്ലെങ്കിൽ 5 രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു, അതുകൊണ്ട് തന്നെ നെഗോഷിയേഷൻ നടക്കുകയാണ്, ഇനി ഞങ്ങൾ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും യുദ്ധം ചെയ്യുന്ന അമേരിക്ക, വീണ്ടും സ്ഥിതിഗതികൾ ഗുരുതരമാകുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തും. കാരണം അമേരിക്കയിലേക്ക് നേരിട്ട് ഇറാൻ ആക്രമണം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് അവർ പ്രതികാരമായിട്ട് ആക്രമണം നടത്തുക, അതും ഈ പറയുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ. പക്ഷേ അങ്ങനെ ആക്രമണം നടക്കുമ്പോൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ആ രാജ്യങ്ങൾ ഭീതിയിലാകും, ഗൾഫ് രാജ്യങ്ങൾ ഭീതിയിലാകും, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിന് കേടുപാടുകൾ ഉണ്ടാകും. അതാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിലേക്ക് നടന്ന ആക്രമണത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അത് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ അവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ടോ, അവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ ആകാശപാതകൾ ഏത് നിമിഷവും അടച്ചു പൂട്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വിമാന സർവീസുകൾ കൂട്ടത്തോടെ കട്ട് ചെയ്യുകയാണ്, റദ്ദ് ചെയ്യുകയാണ്. ഇതുവഴി പ്രവാസികൾ, നാട്ടിൽ വന്നിട്ടുള്ള പ്രവാസികൾ തിരിച്ചു പോകാൻ കഴിയാതെ പലർക്കും ജോലി നഷ്ടപ്പെടുമോ എന്ന ഭീതിയുണ്ട്. ഗൾഫിൽ കഴിയുന്ന, നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഗൾഫ് മേഖലയെ ഒരു ദുരന്തമായി, അല്ലെങ്കിൽ ഒരു വലിയ നരകം സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് ഈ ആക്രമണങ്ങൾ, ഈ യുദ്ധം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തി, തിരിച്ച് ഇറാനും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, ഗൾഫ് മേഖലകളിലേക്ക് ആക്രമണം നടത്തി. അത് അവസാനിച്ചു. ഒടുവിൽ വെടിനിർത്തൽ എന്ന് പറഞ്ഞ് എല്ലാവരും ഇരിക്കുന്ന അതേ സമയത്താണ് ഇപ്പോൾ അമേരിക്ക ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചേതോവികാരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്തിനു വേണ്ടിയാണത് ചെയ്തത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും ഗൾഫ് മേഖലയൊന്നാകെ വലിയ ഭീതിയിലാണ്, വ്യാപിക്കുകയാണ് ആക്രമണം. ഈ നിമിഷവും ഇറാൻ തുടർച്ചയായി ആക്രമണങ്ങൾക്ക് മുതിരുന്നു. വീണ്ടും വീണ്ടും അമേരിക്കൻ കേന്ദ്രങ്ങൾ ഗൾഫ് മേഖലയിൽ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഗൾഫ് മേഖല ഒന്നാകെ വലിയ ഭീതിയിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. വലിയ ആശങ്കയാണ്. തൊഴിൽ നഷ്ടം ഉൾപ്പെടെ പ്രവാസികളടക്കം വലിയ ആശങ്കകൾക്ക് നടുവിലാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ കൈയടിക്കുന്നവർ ഒരിക്കൽ കൂടി ഓർക്കുക, ശ്രദ്ധിക്കുക, സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന പശ്ചിമേഷ്യയെ ഈ വിധത്തിൽ നശിപ്പിച്ചത് ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്.